സ്വാഗതം. ടൊറാക്കൽ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ്, പിന്നെ ഇന്ന് ഒരു യൂണിക്കോൺസിൻ്റെ ഗൈഡൻസ് കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡ് എയ്സ് ഓഫ് സോഡ്സ് ആണ്. സോഡ്സ് എപ്പോഴും ബുദ്ധി, ഇൻ്റലക്ച്വലിനെ സൂചിപ്പിക്കുന്നു, ബുദ്ധിയുള്ള കാര്യം. അപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ പോവാണ്. ന്യൂ പ്രോജക്റ്റ്, പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാൻ പോകുന്നു. ആ പ്രോജക്റ്റിലെ ആ വ്യക്തി അയാളുടെ സ്കില്ല് ഉപയോഗിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പണമുണ്ടാക്കുന്നു. അയാളുടെ പണിയിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്താണ് പണം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിൽ തേർഡ് കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പുതിയ പ്രോജക്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടാലും അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. മാത്രമല്ല റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോകണം. ഈ മൂന്നാമത്തെ കാർഡിലെ ഒരു കർഷകൻ്റെ കാർഡാണ്. പേടിച്ച് നിൽക്കുകയാണ്. അയാൾക്ക് എക്സ്പീരിയൻസ് കുറവുമുണ്ട്, അതേസമയം ഫിയറും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ നേടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഗൈഡൻസാണ്. പിന്നെ ഇന്ന് അതുകൂടാതെ യൂണിക്കോൺസിൻ്റെ ഒരു മെസ്സേജും കൂടി എടുത്തിട്ടുണ്ട്. യൂണിക്കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വാരൂഢ ദേവി ഭണ്ഡാസുര നിഗ്രഹത്തിന് വേണ്ടി ദേവിയുടെ സൈന്യത്തിലെ കോടി കുതിരകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്രയും ഗജങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഡിവൈൻ ഹോഴ്സിൻ്റെ നേതാവായിരുന്നു അശ്വാരൂഢ ദേവി. ആ ദേവിയുടെ ഹോഴ്സസാണ് ഈ യൂണിക്കോൺസ്. ഡിവൈൻ എനർജി മാത്രമല്ല ഡിവൈൻ ലൈറ്റാണ്. അവർ അത്രയും ഡിവൈനായിട്ടുള്ള അസെൻഡഡ് ആയിട്ടുള്ള ഹോഴ്സസാണ്. വെള്ള കളറാണ്, ഭയങ്കര ഡിവൈൻ ലൈറ്റാണ്, ഡിവൈൻ എനർജിയാണ്. അപ്പോൾ ഈ ഹോഴ്സസിനെ യൂണിക്കോൺസ് എന്ന് പറയുന്നത്. ഈ ഹോഴ്സസ് ജന്മജന്മാന്തരമായിട്ടുള്ള നമ്മുടെ സോൾസിലെ വൂൺസിനെ ഹീൽ ചെയ്യും. അങ്ങനെ ഒരു പവർ ഈ യൂണിക്കോൺസിനുണ്ട്. മാത്രമല്ല നമുക്ക് ഗൈഡൻസ് തരും, നമുക്ക് സഹായം തരും. നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഗൈഡൻസും നമുക്ക് ഹെൽപ്പും തരും. അസെൻഡഡ് ഹോഴ്സസാണ്, ഡിവൈൻ ലൈറ്റാണ്, ഡിവൈൻ എനർജിയാണ്. അശ്വാരൂഢ ദേവിയുടെ, അതായത് ദേവിയുടെ ഹോഴ്സസാണത്. പിന്നെ ഗജങ്ങളുടെ നേതാവാണ് സമ്പൽക്കരി ദേവി. ഭണ്ഡാസുര നിഗ്രഹത്തിന് പോകുമ്പോൾ ദേവിയുടെ സൈന്യത്തിനുള്ള സഹായിക്കണ, ദേവിയുടെ യുദ്ധത്തിന് സഹായിക്കണ ദേവിയാണ് ഈ അശ്വാരൂഢ ദേവി. അശ്വങ്ങൾ, പിന്നെ ആനകളുടെ സമ്പൽക്കരി ദേവി, പിന്നെ ജ്വാലാമാലിനി ദേവി, അതൊക്കെ ലളിതാ സഹസ്രനാമത്തിലുള്ളതാണ്. അപ്പോൾ അതിൽ ഈ ഹോഴ്സസ്, ഈ ഡിവൈൻ ഹോഴ്സസ്, ഈ യൂണിക്കോൺസ്, ഇവർക്ക് ഡിവൈൻ എനർജിയാണ്, ഡിവൈൻ ലൈറ്റാണ്. നമ്മുടെ സോഴ്സിനെ അവർ ഹീൽ ചെയ്യും. നമ്മളവരോട് ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ അവർ നമുക്ക് ഹെൽപ്പും തരും, ഗൈഡൻസ് തരും. അപ്പോൾ ഇന്നൊരു യൂണിക്കോണിൻ്റെ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ യൂണിക്കോൺസ് നമുക്ക് തന്നെ ഗൈഡൻസ് എന്താണെന്ന് നോക്കിയാലോ. യൂണിക്കോൺസ് നമ്മളോട് പറയണത് ലാഫ്റ്റർ അട്രാക്ട്സ് യൂണിക്കോൺസ്. അതായത് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, വെല്ലുവിളികളെയൊക്കെ ലൈറ്റായിട്ട് കാണുക, ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക, സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക, വെല്ലുവിളിയൊക്കെ ലൈറ്റായിട്ട് കാണുക. ഇതും കടന്നു പോകും. എന്നും എല്ലാ പ്രശ്നങ്ങളും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ലല്ലോ. ഇതിങ്ങനെ കാലാവസ്ഥ പോലെ മാറി മറിഞ്ഞിരിക്കും. പ്രശ്നങ്ങളെ അങ്ങനെ തന്നെ ലൈറ്റായിട്ട് എടുക്കുക, സന്തോഷമായിട്ടിരിക്കുക, സന്തോഷമായിട്ട് ഫ്രണ്ട്സ്. എങ്ങനെയാണ് നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് വെച്ചാൽ അതുപോലെ സന്തോഷം കാണുക. പിന്നെ വർക്ക് ചെയ്യുക, റിസ്ക് എടുത്തിട്ട് വർക്ക് ചെയ്യുക, മുന്നോട്ട് പോവുക, സന്തോഷമായിട്ടിരിക്കുക. ആ സന്തോഷം മനസ്സിന് നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ആ അറ്റ്മോസ്ഫിയറും അതേപോലെ സന്തോഷമായിട്ടിരിക്കും. പ്രശ്നങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും, പക്ഷെ അതിനെ ലൈറ്റായിട്ടെടുത്ത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ യൂണിക്കോൺസിൻ്റെ മെസ്സേജ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ആൻഡ് യൂണിക്കോൺസ് ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.